നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എന്തൊക്കെയാണോ റയൽ മാഡ്രിഡിൽ നടക്കുന്നത്? കഴിഞ്ഞ കുറച്ചാഴ്ചകളായിട്ട് റയലിൻ്റെ ആരാധകർക്ക് ഒട്ടും നല്ല വാർത്തകളല്ല വന്നുകൊണ്ടേയിരിക്കുന്നത്. നമ്മളൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ് എന്തൊക്കെയാണ് സംഭവിച്ചത്. ഒന്ന്, അന്റോണിയോ റൂഡിഗർ കരേറസിൻ്റെ മുഖത്തടിക്കുന്നു. എന്നിട്ട് ടീം അവരെ പിടിച്ചു വെക്കുന്നു. അങ്ങനെ പ്രശ്നങ്ങൾ. ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും കരേറസിനോട് റൂഡിഗർ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. വീണ്ടും കരേറസിനോട് മാപ്പ് പറയിച്ചു. അതായത് റൂഡിഗറെ കൊണ്ട് കരേറസിനോട് മാപ്പ് പറയിച്ചു ടീം. അങ്ങനെയാണ് ആ പ്രശ്നം പരിഹരിക്കുന്നത്. ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കരേറസ് പിന്നെ കൺഫേം ചെയ്യുകയുണ്ടായി. ഇൻസ്റ്റാഗ്രാമിലും മറ്റുമൊക്കെ പങ്കുവെക്കുകയുണ്ടായി. അതങ്ങനെ തീർന്നു എന്ന് കരുതുമ്പോഴാണ് അടുത്ത ദിവസത്തെ അടി. ഏത് വാൽവർദയും ഷൂമനിയും തമ്മിൽ പ്രശ്നമുണ്ടായി. പ്രശ്നം തീർന്നില്ല. തൊട്ടടുത്ത ദിവസം ശരിക്കും അടി പൊട്ടി. നമ്മൾ വെറുതെ വാക്കുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ അടി തല്ല് എന്നൊക്കെ പറഞ്ഞല്ല, ശരിക്കും അടിച്ചു. അടിച്ചിട്ട് ഒരാൾ വീണ് ടേബിളിൽ തല തട്ടി പൊട്ടി ബോധം പോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. വാൽവർദക്കാണ് അത് കിട്ടിയത്. തമ്മിൽ വലിയ രൂപത്തിൽ തർക്കം ഉണ്ടാവുകയും ഷൂമനിയെ പ്രകോപിപ്പിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട്. ഇനി ഇത് മാത്രമൊന്നുമല്ലെന്നേ. ഇത് കഴിഞ്ഞിട്ട് ആർബിലോവയുടെ സ്റ്റാഫുമായിട്ട് എംബാപ്പെ വെർബൽ ഫൈറ്റ് നടത്തുന്നു. തർക്കം, കച്ചറ, പ്രശ്നം. അതൊരു ട്രെയിനിങ്ങിൽ ഓഫ് സൈഡ് വിളിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടാക്കിയ പ്രശ്നമാണ് എന്നാണ് പുറത്തേക്ക് വന്ന വിവരം. ഇനി അതും കഴിഞ്ഞില്ല. വിവരങ്ങൾ മൊത്തം ആരോ ചോർത്തി കൊടുക്കുന്നു പുറത്തേക്ക്. ക്ലബിനകത്ത് നിന്ന് തന്നെ ചില ആളുകൾ ഈ വിവരങ്ങൾ മൊത്തം പുറത്തേക്ക് കൊടുക്കുന്നു. റയലിൻ്റെ ട്രെയിനിങ് സെഷനിൽ ടാക്റ്റിക്കൽ വർക്കുകൾ നടക്കുന്നില്ല. പ്ലേയേഴ്സിൻ്റെ ആ ഒരു ഫണ്ണും ആ ഒരു വൈബും ഒക്കെ നിലനിർത്താൻ വേണ്ടി പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അധികം നടക്കുന്നത് എന്ന വാർത്ത കൂടി പുറത്തേക്ക് വരുന്നു. കഴിഞ്ഞില്ല. ഫ്ലോറന്റിനോ പെരസ് എമർജൻസി മീറ്റിംഗ് ഓർഡർ ഇടുന്നു. എമർജൻസി പ്രസ് മീറ്റ് ഓർഡർ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഇലക്ഷൻ 3 വർഷം ഏർലിയറായിട്ട് കാലാവധി തികയാൻ 3 വർഷം ഉള്ളപ്പോൾ തന്നെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് മാധ്യമങ്ങളോട് തർക്കിക്കുന്നു, ജേർണലിസ്റ്റുകളോട് തർക്കിക്കുന്നു. വലിയ സീനായി. അതുകൊണ്ട് കഴിഞ്ഞോ? ഇല്ല. തൊട്ടടുത്ത ദിവസം എൽ ചിരിങ്കിറ്റോ ടിവിക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നു. അതിലും അദ്ദേഹം ബാഴ്സയ്ക്കെതിരെ കഴിഞ്ഞ ദിവസത്തെ പ്രസ് മീറ്റിൽ തൊടുത്തുവിട്ട ആരോപണങ്ങൾ കൂടുതൽ ശക്തമായിട്ട് ഉന്നയിക്കുന്നു. പിന്നെ ബാക്കി നടന്ന ഇന്നലത്തെ കളിക്ക് ശേഷം എംബാപ്പയെ സ്റ്റാർട്ട് ചെയ്യിക്കുന്നില്ല, മറിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ ഇറക്കുന്നു. എംബാപ്പയ്ക്ക് അത് പിടിച്ചില്ല. കളി കഴിഞ്ഞിട്ട് കോച്ച് തന്നെ 4th ചോയ്സ് അറ്റാക്കറാക്കി മാറ്റി എന്നും പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ആർബിലോവ അതിന് തിരിച്ചടിക്കുന്നു. നമ്മളിന്ന് അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കൂടാതെ എംബാപ്പെ അക്യൂസ് ചെയ്യുന്ന കാര്യം, സീസണിൻ്റെ ആദ്യ പകുതിയിൽ ടീമിന് നല്ല പ്ലേയിങ് സ്റ്റൈലും സ്ട്രക്ചറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് സാബി അലോൺസോയെ വളരെ ഇഷ്ടമായിരുന്നു. അദ്ദേഹം മികച്ച കോച്ചായിട്ട് മാറുമായിരുന്നു. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കോച്ചിനെതിരെ തന്നെ ഓപ്പൺലി രംഗത്ത് വരുന്നു. ആർബിലോ പറയുന്നു, ഞാനാണ് ഇവിടെ കോച്ച്, ഞാനിവിടെ ഇരിക്കുന്നിടത്തോളം കാലം ഞാനാണ് ആര് കളിക്കണം വേണ്ടാന്ന് തീരുമാനം എടുക്കുന്നത്. അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാം, ഓക്കെ. അല്ലാത്തവർക്ക് വെയിറ്റ് ചെയ്യാം, അവർക്ക് ഇഷ്ടപ്പെട്ട ആൾ വരുന്നവരെ വെയിറ്റ് ചെയ്യാം എന്ന് തന്നെ അതൊരു ആർബിലോയും പറഞ്ഞു. ചുരുക്കത്തിൽ ഇൻസെയിനായിട്ടുള്ള ഒരു വീക്കോ അല്ലെങ്കിൽ 1-2 വീക്കോ ആണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. റയലിലാകെ പ്രശ്നങ്ങളാണ് എന്ന് വെറുതെ പറയുന്നതല്ല, ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളുടെ കാതലായ വശം എന്താണ്? ഈഗോ പ്രോബ്ലമാണ്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഈഗോയിസ്റ്റിക്കായിട്ട് ഓരോ ആളുകൾ ഇടപെടുകയും അതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഈവൻ അത് അടിപൊട്ടുന്ന സ്ഥിതി വരെ എത്തുകയും കോച്ചിനെതിരെ പരസ്യ പ്രസ്താവന നടത്തുകയൊക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച ക്ലബ്ബാണ് റയൽ മാഡ്രിഡ് എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുമ്പോൾ ഇതാണോ ലോകത്തെ ഏറ്റവും മികച്ച ക്ലബ്ബ് എന്ന ചോദ്യം ആരാധകരുടെ മനസ്സിൽ വരികയും അത് ചോദിക്കുകയും ചെയ്യുന്നത് വെറുതെയല്ല. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും അടുത്ത സീസണിലെങ്കിലും എന്ന് പ്രതീക്ഷിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.